ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേരളത്തിലെ തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള വിപ്ലവകരമായ ചില കണ്ടുപിടുത്തങ്ങളാണ്. സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് ഇവിടെ +2 കഴിഞ്ഞവരും ഡിഗ്രി കഴിഞ്ഞവരും വിദേശത്തേക്ക് വിമാനം കയറാൻ എയർപോർട്ടുകളിൽ ക്യൂ നിൽക്കുന്ന കഥകളാണ്. എന്നാൽ മുൻ ധനമന്ത്രി തോമസ് ഐസക് കഴിഞ്ഞ ദിവസം പങ്കുവച്ച കണക്കുകൾ കണ്ടാൽ ആർക്കും ഒന്ന് അമ്പരപ്പ് തോന്നും. സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ നിരക്ക് വെറും 4.3% കുറഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരന്റെ മനസ്സിൽ ഉയരുന്ന ആദ്യത്തെ ചോദ്യം എവിടെയാണ് ഈ ജോലി എന്നതാണ്. പിണറായി സർക്കാരിന്റെ മൂന്നാം തുടർ ഭരണം ലക്ഷ്യമിട്ടുള്ള ഇടതുപക്ഷ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളും ഈ 4.3% തമ്മിൽ വലിയൊരു പൊരുത്തക്കേടുണ്ട്. ഈ കണക്കുകൾ എങ്ങനെയുണ്ടായി എന്നും നമ്മുടെ നാട്ടിലെ യുവാക്കൾ എവിടെ പോയെന്നും നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഐസക് സാർ പറയുന്നത് 2025-26 കേന്ദ്ര സർക്കാരിന്റെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം കേരളം വലിയ നേട്ടമുണ്ടാക്കി എന്നാണ്. കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് വെറും 4.3% കുറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ലഡു പൊട്ടുന്നില്ലേ? മുൻ ധനമന്ത്രി തോമസ് ഐസക് ഒരു കണക്ക് നിരത്തിയാൽ പിന്നെ അതിൽ മറുവാക്കില്ല. എന്നാൽ നമ്മൾ ഈ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ എപ്പോഴാണ് ഈ തൊഴിലില്ലായ്മ ഇത്രമാത്രം ഇല്ലാതായത് എന്നതാണ് അത്ഭുതം. 2017-ൽ 11% നിരക്ക് ഇപ്പോൾ 4%-ലേക്ക് താഴ്ന്നു അത്രേ. ഇത് കേൾക്കുമ്പോൾ വായനക്കാർക്ക് തോന്നുന്നത് കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും ഓഫീസിലും ഫാക്ടറിയിലുമാണെന്നാണ്. സത്യത്തിൽ എല്ലാവരും കേരളത്തിലുണ്ടോ എന്നതല്ലേ വലിയ ചോദ്യം. പകുതിയിലേറെ യുവാക്കൾ എയർപോർട്ട് വഴി നാട് വിട്ടുപോയിട്ടും ബാക്കിയുള്ളവർ PSC റാങ്ക് ലിസ്റ്റ് നോക്കി താടി വളർത്തി വീട്ടിലിരുന്നിട്ടും ഈ അവിശ്വസനീയമായ നേട്ടം നമ്മൾ കൈവരിച്ചല്ലോ. ആ വിദ്യയാണ് ഐസക് സാർ ഒന്ന് വിശദീകരിക്കേണ്ടത്. 2017-ൽ 11.4% ഇപ്പോൾ അത് കുത്തനെ താഴ്ന്നു. പക്ഷേ ഈ കണക്ക് കുറയാൻ കാരണം ഇവിടെ പുതിയ വ്യവസായങ്ങൾ വന്നതാണോ അതോ ഇവിടുത്തെ യുവാക്കൾ കൂട്ടത്തോടെ നാട് വിട്ടതാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. പഠിച്ചാൽ ജോലി ഉറപ്പു നൽകുന്ന 31 നിർദ്ദേശങ്ങളാണ് പ്രകടന പത്രികയിൽ ഉള്ളതത്രേ. ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി എല്ലാവർക്കും ജോലി കൊടുക്കുമെന്ന് പറയുമ്പോൾ നിലവിൽ PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടും തെരുവിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സർക്കാർ കാണുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. സർക്കാരിന്റെ കണക്ക് കൂട്ടൽ വളരെ സിമ്പിളാണ്. ഇവിടെ ജോലിക്കായി മുറവിളി കൂട്ടുന്നവരെ വിദേശത്തേക്ക് കയറ്റി അയക്കുക, എന്നിട്ട് ഇവിടെയുള്ളവരുടെ എണ്ണം കുറയുമ്പോൾ തൊഴിലില്ലായ്മ കുറഞ്ഞു എന്ന് വിളിച്ചു പറയുക. ഇതിനെയാണ് വിജ്ഞാന കേരളം എന്ന് അവർ വിശേഷിപ്പിക്കുന്നത്. പഠിച്ചാൽ ജോലി ഉറപ്പാണെന്ന് ഐസക് സാർ പറയുന്നു. പക്ഷെ എവിടെയാണ് ഈ ജോലി? ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി കിട്ടുന്ന ജോലികൾ എത്ര പേർക്ക് കേരളത്തിൽ നിലനിൽക്കാൻ സഹായിക്കുന്നുണ്ട്? നൈപുണ്യ പരിശീലനത്തിന് എത്തുന്നവർക്ക് 10,000 രൂപ കണക്ട് സ്കോളർഷിപ്പ് നൽകുമെന്നാണ് അടുത്ത പ്രഖ്യാപനം. ആലോചിച്ചു നോക്കൂ, ഒരു മാസത്തെ ചായക്കും കടിക്കും പോലും തികയാത്ത 1000 രൂപ കൊണ്ട് പിണറായി സർക്കാർ കേരളത്തിലെ യുവാക്കളെ സ്കിൽഡ് ആക്കാൻ പോവുകയാണ്. ക്യാമ്പസിൽ നിന്ന് നേരിട്ട് പ്ലേസ്മെന്റ് കിട്ടാത്തവർക്ക് ബാക്ക് ടു ക്യാമ്പസ് എന്നൊരു സംഭവമുണ്ട്. അതായത് ഒന്നിനും പറ്റാത്തവനെ വീണ്ടും പഴയ കോളേജിലേക്ക് തന്നെ തിരിച്ചു വിടുക. പഠിച്ചു കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്തവന്റെ തലയിൽ വീണ്ടും പഠിപ്പിക്കൽ എന്ന ലേബൽ അടിച്ച് അവനെ തൊഴിലന്വേഷകരുടെ ലിസ്റ്റിൽ നിന്ന് സാങ്കേതികമായി ഒഴിവാക്കുന്ന ഒരു നമ്പറാണിത്. ഇടതുപക്ഷത്തിന്റെ അടുത്ത ബ്രഹ്മാണ്ഡ പദ്ധതി സ്ത്രീകളിൽ 50% പേർക്ക് ജോലി നൽകുക എന്നതാണ്. ഇതിന്റെ ചുമതല കുടുംബശ്രീയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. കുടുംബശ്രീ വഴി അച്ചാർ നിർമ്മാണം നടത്തിയാൽ അതൊക്കെ ഹൈടെക് ജോലിയായി കണക്കാക്കപ്പെടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. 10ാം തരം കഴിഞ്ഞവനും PG കാരനും ഒരുപോലെ തൊഴിലുറപ്പ് പണിക്ക് പോയി കിളയ്ക്കുന്നതിനെയാണ് തൊഴിൽ പങ്കാളിത്തമെന്ന് ഐസക് സാർ വിശേഷിപ്പിക്കുന്നതെങ്കിൽ നിശ്ചയമായും കേരളം ലോകത്തിന് മാതൃകയാണ്. കേന്ദ്രത്തിന്റെ ലിസ്റ്റിൽ കേരളം ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണെന്ന് പറയുമ്പോൾ ആരും ചോദിക്കരുത്, IT മേഖലയിലും മാനുഫാക്ചറിംഗിലും നമ്മൾ എവിടെയാണെന്ന്. കിറ്റെക്സ് പോലെയും മറ്റും ഇവിടെയുള്ള വ്യവസായികൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് നാടുവിടുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് സർവേ റിപ്പോർട്ട് വായിച്ച് സുഖിക്കുകയാണ്. ഇനി നമ്മുടെ ഇരട്ടച്ചങ്കന്റെ ഭരണത്തിലേക്ക് നോക്കിയാൽ കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാക്കാൻ അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. വിദേശത്തെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പ്രതിനിധികൾ വരുമെന്നും ഇവിടെയുള്ളവർക്ക് വിദേശത്ത് ജോലി കിട്ടാൻ സർക്കാർ സൗകര്യം ചെയ്യുമെന്നും ഐസക് സാർ പറയുന്നുണ്ട്. അതായത് പണ്ട് രാജ്യം ഭരിച്ചവർ പറഞ്ഞത് നാട് നന്നാക്കാനാണെങ്കിൽ ഈ സർക്കാർ പറയുന്നത് നിങ്ങൾ നാട് വിട്ടുപോയി കേരളത്തിന്റെ കണക്ക് ക്ലിയർ ആക്കൂ എന്നാണ്. പ്രതിപക്ഷമായ UDF പലിശരഹിത വായ്പയും പോർട്ടലും കൊണ്ടുവരുന്നത് വലിയ തമാശയാണെന്ന് പറയുന്ന തോമസ് ഐസക് ഓർക്കണം,
നിങ്ങൾ കൊടുത്ത ഗ്യാരണ്ടി വിശ്വസിച്ച് എത്ര സംരംഭകർ ജപ്തി ഭീഷണിയിലാണെന്ന്. സംരംഭകർക്ക് പലിശരഹിത വായ്പ എന്ന് കേൾക്കുമ്പോൾ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും വ്യവസായ പാർക്കുകളിൽ കെട്ടിടം വാടകയ്ക്കെടുത്ത് പൂട്ടിപ്പോയ പാവം യുവാക്കളുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. ഇനി NDAയും ഐസക് സാർ കളിയാക്കുന്നുണ്ട്. UDF ഒരു പോർട്ടൽ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ എന്നും NDAയ്ക്ക് കൃത്യമായ പ്ലാൻ ഇല്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. എന്നാൽ സ്വന്തം പ്രകടന പത്രികയിലെ കടലാസ് വിപ്ലവങ്ങൾ യാഥാർത്ഥ്യവുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല. വ്യവസായ വികസനം ഉണ്ടായാൽ മാത്രമേ തൊഴിലുണ്ടാകുമെന്ന് NDA പറയുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഐസക് സാർ വ്യവസായങ്ങളില്ലാതെ എങ്ങനെയാണ് സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന് കൂടി പറഞ്ഞു തരുന്നത് നല്ലതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിലെ തൊഴിലില്ലായ്മ കുറഞ്ഞു എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായ കബളിപ്പിക്കൽ മാത്രമാണ്. ആളുകൾ തൊഴിൽ തേടി വിദേശത്തേക്കും അയൽ സംസ്ഥാനങ്ങളിലേക്കും പലായനം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരുടെ കണക്ക് വെച്ച് നമ്മൾ നമ്പർ 1 ആണെന്ന് പറയുന്നതിൽ എന്ത് അർഹതയാണുള്ളത്? പിണറായി വിജയന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് വെറും തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായി മാറുകയാണ്. ഓരോ വിഭാഗത്തിനും ഓരോ കർമ്മ പരിപാടി ഉണ്ടെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ജോലിയില്ലാതെ അലയുന്ന സാധാരണ യുവാക്കളുടെ സങ്കടങ്ങൾ ഈ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലിരുന്ന് കണക്കുണ്ടാക്കുന്നവർ അറിയുന്നില്ല. അടുത്ത 5 വർഷം കൊണ്ട് തൊഴിലില്ലായ്മ ഇല്ലാതാകുമെന്ന് പറയുന്നത് വോട്ട് പിടിക്കാനുള്ള മറ്റൊരു ക്യാപ്സ്യൂൾ മാത്രമാണെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് 4.3% ഈ മാന്ത്രിക കണക്ക് കേട്ട് ആരും ലോട്ടറി അടിച്ച സന്തോഷത്തിൽ ഇരിക്കേണ്ടതില്ല എന്നതാണ് വാസ്തവം. ഇനി അവസാനമായി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, കടലാസിലെ പൂക്കൾക്ക് സുഗന്ധമുണ്ടാകില്ല. അതുപോലെയാണ് ഈ കണക്കുകളും. പ്രിയപ്പെട്ട ഐസക് സാർ, ഈ 4.3% എവിടെയാണ് പോയി കാണേണ്ടതെന്ന് കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ വെറും വെടിക്കെട്ട് പോലെയാണ്. കുറച്ചു നേരം ശബ്ദമുണ്ടാകും, അത് കഴിഞ്ഞാൽ വെറും പുക മാത്രം ബാക്കിയാകും. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കണക്കുകൾ നിരത്തുന്നതിനു മുമ്പ് സെക്രട്ടേറിയറ്റിന് മുന്നിലും PSC ഓഫീസിന് മുന്നിൽ നിൽക്കുന്ന ആ യുവാക്കളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കണം. അവരുടെ കണ്ണുകളിലെ നിരാശയാണ് നിങ്ങളുടെ ഭരണത്തിന്റെ യഥാർത്ഥ സർട്ടിഫിക്കറ്റ്. നാണമില്ലാതെ ഈ കണക്കുകൾ വിളിച്ചു പറയുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഈ നാടൊരു വൃദ്ധസദനമായി മാറുന്നതെന്ന് ആലോചിക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. 4.3% എന്ന മാന്ത്രിക കണക്ക് കേട്ട് ആരും ലോട്ടറി അടിച്ച സന്തോഷത്തിൽ ഇരിക്കേണ്ട. കാരണം അത് നിങ്ങളെ പറ്റിക്കാനുള്ള മറ്റൊരു വിദ്യ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത ഈ 4.3% കണക്കുകളും 72 കർമ്മ പദ്ധതികളും വെറും കടലാസ പുഷ്പങ്ങൾ മാത്രമാണ്. ഇതിന് മണമില്ല, ഗുണമില്ല. സാധാരണക്കാരന്റെ വിശപ്പടക്കാൻ ഇതുകൊണ്ട് സാധിക്കില്ല. ഭരണസിംഹത്തിലിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ തവണ ഗ്യാരണ്ടി നൽകുമ്പോഴും ഈ നാട്ടിലെ ഓരോ യുവാവും തന്റെ പാസ്പോർട്ട് പുതുക്കാൻ ക്യൂ നിൽക്കുകയാണ് എന്നത് ഒരു കൈപ്പേറിയ സത്യമാണ്. വികസനം എന്നത് ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ ഗ്രാഫുകളല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ ചായക്കടകളിലും തൊഴിൽ ശാഖകളിലും കാണേണ്ട ഊർജ്ജസ്വലതയാണ്. അതിനു പകരം കേരളത്തെ ഒരു വലിയ വൃദ്ധസദനമാക്കി മാറ്റിയിട്ട് അവിടെ ഇരുന്ന് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വാചാലനാകുന്നത് ഈ നാടിനോടും വരും തലമുറയോടും ചെയ്യുന്ന ക്രൂരതയാണ്. നാണമില്ലാതെ ഈ കണക്കുകൾ വിളിച്ചു പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. നിങ്ങളുടെ ഫയലുകളിൽ തൊഴിലില്ലായ്മ കുറയുമ്പോഴും ഈ നാട്ടിലെ ആയിരക്കണക്കിന് വീടുകളിൽ മക്കൾ വിദേശത്ത് പോയതിന്റെ സങ്കടവും ഏകാന്തതയും അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട്. ആ കണ്ണുനീരിന് മുകളിലാണ് നിങ്ങൾ ഈ 4.3% വിജയക്കൊടി നാട്ടുന്നത്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ വെറും തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടുകളായി അവസാനിക്കുമ്പോൾ വരും തലമുറ നിങ്ങളോട് ചോദിക്കും, എവിടെയായിരുന്നു ഞങ്ങളുടെ സ്വപ്നങ്ങളെന്ന്. ആ ചോദ്യത്തിന് മുന്നിൽ അന്ന് ഈ ഇരട്ടച്ചങ്കൻ ഗ്യാരണ്ടികളൊന്നും രക്ഷയുണ്ടാകില്ല. അതുകൊണ്ട് കണക്കുകൾ കൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഈ വിദ്യ അവസാനിപ്പിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഈ നാട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണാത്ത ഭാവം നടിക്കുന്നത് ഈ നാടിനോടുള്ള വഞ്ചന തന്നെയാണ്. അതുകൊണ്ട് കണക്കുകൾ കൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഈ വിദ്യ അവസാനിപ്പിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറക്കും ഭരണകൂടമേ. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം ഇതാണ്. ഒരു വശത്ത് കൊട്ടിയാഘോഷിക്കപ്പെടുന്ന ആ വികസന രേഖകളും പർവ്വതീകരിക്കപ്പെട്ട കണക്കുകളും നിരത്തുമ്പോൾ മറുവശത്ത് നമ്മുടെ നാടിന്റെ നട്ടെല്ലാവേണ്ട യുവതലമുറ ഇവിടുത്തെ സിസ്റ്റത്തിൽ വിശ്വാസം അർപ്പിക്കാൻ കഴിയാതെ നാട് വിടുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.